ഇത് മൂട് വികസിച്ച് പോകുന്നതായി നോക്കി. ഇതാണ് സാധനം. ഇതിൻ്റെ കുഞ്ഞിതാ ഇതാണ്. ഇത് കുഞ്ഞാണ്. ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്താണ്, ഒരു കാട്ടുസുന്ദരി. നമ്മളൊരു കാട്ടുസുന്ദരി. ഇത് നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കൂപ്പ് ജംഗ്ഷനിലാണ്. കാട്ടിലെ ഏരിയയിൽ ഞങ്ങൾ വന്നപ്പോൾ ഒരു സാധനം കണ്ടേ. പക്ഷെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, കാട്ടുസുന്ദരിയാണ്. ഇതുണ്ടോ, നല്ല സുന്ദരിയല്ലേ? ഓൺലൈനിൽ 150 രൂപയ്ക്ക് മേൽ വിലയുള്ള സാധനമാണ് ഈ കാട്ടിൽ കിടക്കുന്നത് കേട്ടോ. നമുക്കൊന്നും ഇവിടെ വിലയില്ല. ഇവിടെ കാട് കയറുമ്പോൾ ആൾക്കാർ പറിച്ച് കളയുന്ന ഇനമാണ് കേട്ടോ. ഇത് ഉള്ളിലോട്ട് കേട്ടോ. കൊണ്ട് കുഞ്ഞു കുഞ്ഞു തൈകളുണ്ട് കേട്ടോ. അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു തൈകളാണ്. അതിൻ്റെ ഇത്തിരി സൈസുള്ളത്. വിലയുണ്ടോ? അപ്പോൾ കൂട്ടുകാരെ, കാട്ടിലുള്ള ഈ സുന്ദരിയുടെ പേരാണ് കലേഡിയം. കലേഡിയത്തിന് ഒത്തിരി വെറൈറ്റികളുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ നാട്ടിൻ പ്രദേശങ്ങളിൽ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പും ഞങ്ങൾ 2-3 എണ്ണമൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കലേഡിയം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ വർണ്ണച്ചേമ്പ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഏഞ്ചൽ വിങ്സ് എന്ന്, ഇതിന് എലിഫന്റ് ഇയർ എന്നൊക്കെ ഇതിന് വേറെ പേരുകളുണ്ട് കേട്ടോ. ഇലയുടെ ആകൃതി ഹൃദയാകൃതിയിലാണുള്ളത്. പച്ച, പിന്നെ അതുകൂടാതെ പിങ്ക്, ചുമപ്പ്, പിന്നെ വെള്ളയും ചുമപ്പും ചേർന്നുള്ള പുള്ളി ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ് സാധാരണ ഇത് കാണുന്നത്. പിന്നെ ഇത് സാധാരണ നടുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഈർപ്പം പാടില്ല, ചെറിയ ഈർപ്പമേ പാടുള്ളൂ. പിന്നെ തണലുണ്ടായിരിക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ കറക്റ്റ് കളറും കാര്യങ്ങളൊക്കെ കിട്ടുക. പിന്നെ വളവും വളരെ കുറച്ച് മതി, ചെറിയ രീതിയിലുള്ള വളത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഒരുപാട് സൂര്യപ്രകാശം വേണ്ട, അല്ലെങ്കിൽ ഇതിന്റെ ഇലയൊക്കെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ തണലത്ത് നടുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് വെക്കാം കേട്ടോ. അതെ, ഇതിൻ്റെ മൂട്ടിലൊക്കെ വെള്ളം ഈർപ്പം കൂടുതലാവുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ കിഴങ്ങെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ ചേമ്പിൻ്റെ അകത്തുള്ള ചേമ്പ് മുട്ടയുണ്ടല്ലോ, ആ മുട്ട കരിഞ്ഞു ഇത് അഴുകി പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്കാണ് ഈ ചെടി പെട്ടെന്ന് നശിച്ചു പോകുന്നത്. നമ്മൾ സാധനം നടുകയാണെങ്കിൽ ചാണകപ്പൊടി എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. സാധാരണ ഇത് കാട്ടിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അഴുകിയ പുല്ലിൻ്റെയൊക്കെ ആ ഒരു വളത്തിലൊക്കെയാണ് ഇത് നല്ല രീതിയിൽ നിൽക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ചെടിയിൽ കലേഡിയം എന്ന് പറയുന്ന എല്ലാ ഇനത്തിലും നമ്മുടെ കാൽസ്യം ഓക്സലേറ്റ് എന്ന് പറയുന്ന ഒരു വിഷാംശം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ശ്രദ്ധിക്കുക. ഇത് വളർത്തുമൃഗങ്ങൾ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളെ കുട്ടികളെയൊക്കെ ഉള്ളിൽ പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. വയറ്റിളക്കം അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാകും. അതുകൂടാതെ തന്നെ പിന്നെ ഒരു വിഷയം എന്തെന്ന് വെച്ചാൽ, ഇതിൻ്റെ തണ്ടിൻ്റെയൊക്കെ ആ ഒരു ഈർപ്പം എന്ന് പറഞ്ഞാൽ നീര്, ആ നീരൊക്കെ ആവുകയാണെങ്കിൽ ചൊറിച്ചിലുണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ വീട്ടിലൊക്കെ നടുമ്പോഴത്തേക്ക് നിങ്ങൾ ഉറപ്പായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കണം. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അതിന്റെ ഇലകൾ. ഞങ്ങൾക്ക് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ കിട്ടുന്നത്. ഞങ്ങളിത് എവിടെന്നെങ്കിലും ഇത് തൈ നമുക്ക് ആക്കാൻ എളുപ്പമാണ്. ഇതിന്റെ ചേമ്പ് അല്ലെ ആ മുട്ട ഉണ്ടല്ലോ, അതിനെ തന്നെ കട്ട് ചെയ്തെടുത്ത് നമുക്ക് നട്ട് അതിനെ മറ്റു തൈ ആക്കി എടുക്കാൻ കഴിയുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്കിവിടെ നിന്ന് കുറേ കിട്ടി അല്ലേ. ഇവിടെ ഇഷ്ടം പോലെ കിടപ്പുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ഞങ്ങൾക്ക് ആവശ്യത്തിന് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണല്ലേ ഇത് കാണുന്നത്. നമ്മളെന്തായാലും ഇതിന് നിങ്ങൾക്ക് നമ്മളെ പോട്ട്സിലാക്കിയിട്ട് കാണിച്ചു തരാം അല്ലേ. അതെ, നമ്മളെ കൊണ്ട് നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നട്ട് വെച്ചിട്ടേ ഉള്ളൂ. നമ്മൾ ചെറിയ തൈ നോക്കിയാണ് കേട്ടോ എടുത്തത്. ഇതിന്റെ വേറെ വെറൈറ്റികൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ തന്നെ ഉണ്ട്. മറ്റേ പുള്ളി വരുന്ന ടൈപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളിവിടെ സർവ്വസാധാരണമായിട്ട് കിടക്കുന്നതാണ് കേട്ടോ. ഇത് ഈ വെറൈറ്റി മീനൂട്ടി, നമ്മുടെ സൈഗക്കുട്ടി ഉണ്ടല്ലോ, സൈഗോസോഷ്യലിലെ സൈഗയാണ് ഇത് കണ്ടു. സത്യമാണ് കേട്ടോ. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് അവളാണ് നമുക്ക് ആദ്യം ഇത് കാണിച്ചിരുന്നത്. പക്ഷെ ഞങ്ങൾ എടുക്കാതെ അങ്ങനെ ഞങ്ങൾ അവിടെ എടുക്കാൻ പോയപ്പോ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ. ഞങ്ങൾ വേറൊരു വീട്ടിൽ പോയിട്ട് ഇങ്ങനെ തിരിച്ചു വന്ന് ഞങ്ങൾ വണ്ടി ഇട്ടതിന്റെ അടുത്ത് കിടന്നതാണ് അല്ലേ ഇത്. നമ്മൾ നോക്കി നടക്കായിരുന്നു. പക്ഷെ അവിടെ ഒരുപാട് ആ വെള്ളം ഇങ്ങനെ സ്പ്രെഡായിട്ട് ഒരുപാടുണ്ട് കേട്ടോ. ഇത് ഒരു തണലൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇതിങ്ങനെ നിക്കണേല്. കാരണം മറ്റു മരങ്ങളുടെ ഒരു തണലത്ത് അതിന്റെ ഒരു മൂട്ടിലായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. വേറെ ഒന്നും ചെയ്യുന്നില്ല, അതങ്ങനെ കിടക്കുന്നുള്ളതുകൊണ്ട് ഒരു
വെറൈറ്റീസ് വേറെയുണ്ട്, വേറെയും വരുന്നുണ്ട് വീഡിയോസ്. അതെ. അതെ. പിന്നെ അത് മാത്രമല്ല അത് പിന്നെ എന്താ പറയാ, സത്യം പറഞ്ഞാൽ വളമില്ലെങ്കിലും നല്ല രീതിക്ക് തന്നെ അത് അവിടെ അത് വളർന്ന് പുല്ല് കിടപ്പുണ്ട് കേട്ടോ. അതെ അഴുകി കിടക്കണതിന്റെ ആ വളമുണ്ടല്ലോ, അത് നമ്മൾ അതെ പിഴുകുമ്പോൾ തന്നെ അറിയാം. അവിടെ നല്ല വളക്കൂറുള്ള മണ്ണാണ്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് അത് സന്തോഷപൂർവ്വം അവിടെ തന്നെ അങ്ങ് നിൽക്കുകയാണ്. അതെ. ഓൺലൈനിൽ ഞാൻ അപ്പോഴും മീഷോയിലൊക്കെ ഇത് സെർച്ച് ചെയ്ത് നോക്കി കേട്ടോ. അപ്പൊ 174 രൂപയാണ് ഇത് കിടക്കുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഓർക്കുകയും ചെയ്തു നമ്മുടെ നാട്ടിൽ 174, 150 രൂപ തൊട്ടൊക്കെ ഉണ്ട്. ഓരോന്നിനും ഓരോ 150 തൊട്ടൊക്കെ ഓൺലൈൻ ഷോപ്പിൽ ഓരോന്നിനും ഓരോ വിലയാണ്. ഞാൻ അപ്പോഴും ഇത് മീഷോ വെയിലിന്റെ സെർച്ച് ചെയ്ത് അംശം നോക്കി. മാറുമ്പോഴത്തേക്കാണ് ഈ കളർ ഇങ്ങനെ മാറിയിരിക്കുന്നത്. നിങ്ങൾ ഈ ഇപ്പൊ കാണുന്നത് ചുമപ്പ് വെയിലുണ്ട്. പെട്ടെന്ന് മാറിയതിന്റെ എന്ന് കഴിഞ്ഞാൽ ആ ഒരു വെയിൽ കൂടുതൽ കിട്ടുന്ന സ്ഥലങ്ങളിലുള്ളതാണ് ഈ നല്ല ചുമപ്പ് മാറിയിട്ട് ഈ കടും ഒരു കളർ കാപ്പിപ്പൊടി പോലെ ആയിരിക്കുന്നത് കേട്ടോ. അപ്പൊ പല സൈസിലുള്ളത് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ കലേഡിയം. ഹലോ. സുന്ദരിയെ കിട്ടി നമുക്ക്. ഞങ്ങളടുത്ത് കലേഡിയം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയട്ടെ, കൊറിയർ ചെയ്ത് തരാം ഫ്രീ ആയിട്ട്. ഇവിടെ Okay, ആവശ്യം പോലെ ടാറ്റാ. ഉണ്ട്. ഓക്കെ.